So hey guys, Samsung Galaxy S23 മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അപ്ഡേറ്റിൻ്റെ സൈസ് നോക്കാൻ വെച്ചാൽ 463.37 MB ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ന്യൂ ഓർ എൻഹാൻസ് ഫീച്ചേഴ്സ്, പിന്നെ ഡിവൈസ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെൻറ്റ്, ബഗ് ഫിക്സസ്. ഇവിടെ ബഗ് ഫിക്സസ് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ 1UI7 അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇവിടെ നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ കാണാൻ കിട്ടുന്നുണ്ട്. എന്തായാലും അത് ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ ഫോണിൽ കുറേ പേർക്ക് റീസ്റ്റാർട്ട് പ്രോബ്ലംസ്, അതേമാതിരി ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ കാണാൻ കിട്ടുന്നുണ്ട് ആഫ്റ്റർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പക്ഷേ ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തോട്ടിട്ട് എനിക്ക് വലിയ ഹീറ്റിംഗ് ഇഷ്യൂവും പിന്നെ അതേമാതിരി ഫോൺ റീസ്റ്റാർട്ട് ആവുന്ന പ്രശ്നമൊന്നും എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അതേമാതിരി ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ ഇവിടെ AnTuTu സ്കോറും പിന്നെ ഗീക്ക് ബെഞ്ചിൻ്റെ സ്കോറും CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റൊക്കെ ഞാൻ റൺ ചെയ്ത് നോക്കി. അതേമാതിരി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതൊക്കെ ഞാൻ റൺ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും AnTuTu സ്കോറിനെ പറ്റി നോക്കാം. AnTuTu സ്കോർ നോക്കുകയെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ 13,80,778 ആണ് സ്കോർ വന്നത്. അതേമാതിരി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 14,09,991 ആണ് സ്കോർ കാണാൻ കിട്ടുന്നത്. അപ്പോൾ AnTuTu സ്കോറിൽ കുറച്ച് ബമ്പ് കാണാൻ കിട്ടുന്നുണ്ട്. അതേമാതിരി ഗീക്ക് ബെഞ്ച് സ്കോറിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഇവിടെ സിംഗിൾ കോർ സ്കോർ 1,832 ആണ്, മൾട്ടി കോർ സ്കോർ 5,150 ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സിംഗിൾ കോർ സ്കോർ 1,766 ആണ്, മൾട്ടി കോർ സ്കോർ 4,965 ആണ്. അപ്പോൾ ഇവിടെ ഗീക്ക് ബെഞ്ചിൽ സ്കോർസ് കുറച്ച് കുറവാണ് കാണാൻ കിട്ടുന്നത്. അതേമാതിരി CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ ഇവിടെ CPU ത്രോട്ടിൽ ടു 69% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതേമാതിരി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ CPU ത്രോട്ടിൽ ടു 80% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ മാക്സിമം സ്കോറും ആവറേജ് സ്കോറും മിനിമം സ്കോറും അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ ആയിരുന്നു അധികം. ഇവിടെ ബാറ്ററിനെ പറ്റി പറയാന്ന് വെച്ചാൽ അവിടെ 1UI7 അപ്ഡേറ്റ് വന്നതിന് ശേഷം നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ അത് സോൾവ് ചെയ്തിട്ടുണ്ടൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒരാഴ്ചയുടെ ടൈമിങ് വേണം. എന്തായാലും ഞാൻ ഒരാഴ്ച നന്നായിട്ടൊന്ന് 100% വരെയും ചാർജ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻ ഓൺ ടൈം ഓരോരോ ദിവസത്തെ ഞാൻ കാണിച്ചു തരാം. അതേമാതിരി എൻ്റെ യൂസേജൊക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സാംസങ്ങിൻ്റെ S25 ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ S25 അധികം ഫോക്കസ് സാംസങ്ങിന്. ഇപ്പോൾ അവരുടെ പഴയ ഡിവൈസസിലൊന്നും വലിയ ഫോക്കസ് ഒന്നും ഉണ്ടാവില്ല. പറ്റി കാണിച്ചാൽ നമുക്ക് സാംസങ് ഗാലക്സി S23 എത്രയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത് ഒരു ദിവസത്തിൽ ഓൺ സിംഗിൾ ചാർജ്, അത് താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ ബാക്കി S23 യൂസേഴ്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആവറേജ് ആയിട്ട് എത്രയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വൈഫൈയിലാണ് യൂസ് ചെയ്യുന്നത്. വൈഫൈയിൽ യൂസ് ചെയ്യുമ്പോൾ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടുന്നില്ല. നീ മൊബൈൽ ഡാറ്റയിലൊന്ന് യൂസ് ചെയ്ത് നോട്ടെ, മൊബൈൽ ഡാറ്റയിൽ 5Gയിലൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോട്ടെ. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് നോക്കി. രാവിലെ 8 മണിക്ക് കുറച്ച് പൂവിൻ്റെ ഫോട്ടോസൊക്കെ ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്തിട്ട്, ബിക്കോസ് ടെലിഫോട്ടോ ലെൻസാണ് അവർ നന്നായിട്ട് ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസിൽ ഫോട്ടോസ് എടുത്തപ്പോൾ അത്ര ഇമ്പ്രസീവായി ഫോട്ടോസ് എനിക്ക് കിട്ടണില്ല S23. അപ്പോൾ എന്തായാലും ഇത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഫുൾ റിവ്യൂവിൽ പറയാം ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ടെലിഫോട്ടോ ലെൻസിൽ എനിക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടിയിട്ടില്ല. ഗ്രീൻ ലൈനിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ 1UI7 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കുറേ പേർക്ക് S23 ഗ്രീൻ ലൈന് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും സാംസങ് അതിന് ഫ്രീ റീപ്ലേസ്മെൻ്റ് ഒന്നും കൊടുക്കണില്ല. നമ്മൾ പേ ചെയ്തിട്ട് തന്നെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂ വല്ലതും വരുന്നുണ്ടോ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ട്, അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഒരാഴ്ചയുടെ ടൈമിക്ക് വേണം. ബിക്കോസ് ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം. കാര്യം പറയാൻ മറന്നു, അതെപ്പോഴും പറയണതാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്